ഡാഫോഡിൽസ്. ഹു റോട്ട് ദി പോം ടു ഡാഫോഡിൽസ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് റോബർട്ട് ഹെറിക്, ആൻഡ്രൂ മാർവെൽ, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് ജൊനാഥൻ സ്വിഫ്റ്റ്. നമുക്കറിയാം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുണ്ട് എന്ത്, ഡാഫോഡിൽസ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 ഡാഫോഡിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദി ഓപ്ഷൻസ് ഗിവൺ ഹിയർ ആർ എഡ്മണ്ട് സ്പെൻസർ ഉണ്ട്, ക്രിസ്റ്റഫർ മാർലോ ഉണ്ട്, ജോൺ ലൈലി ഉണ്ട്, അതേപോലെ തന്നെ ഫിലിപ്പ് സിഡ്നിയും ഉണ്ട്. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ്, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ടുണ്ട്. എന്ത് എഴുതിയിട്ടുണ്ട്? സോണറ്റ് സീക്വൻസ് അല്ല, അദ്ദേഹം എഴുതിയത് എസ്ട്രോഫെൽ ആണ്. എസ്ട്രോഫെൽ സ്റ്റെല്ലയും ഇല്ല, എസ്ട്രോഫെൽ ആണ് എഡ്മണ്ട് സ്പെൻസറുടെ വർക്ക്. എസ്ട്രോഫെൽ ആൻഡ് സ്റ്റെല്ല എന്നുള്ള വർക്ക് ആരുടെയാണ്? ഫിലിപ്പ് സിഡ്നിയുടെ ആണ്. ഓക്കെ, കൺഫ്യൂസിംഗ് ആണ്, മാറിപ്പോകരുത്. എസ്ട്രോഫിൽ എഴുതിയത് എഡ്മണ്ട് സ്പെൻസർ ആണ്. എസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എഴുതിയത് ആരാണ്? ഈ പറഞ്ഞതുപോലെ ഫിലിപ്പ് സിഡ്നി ആണ്. പക്ഷേ ജോൺ ഡൺ അങ്ങനെ ഒരു പോയട്രി എഴുതിയിട്ടുണ്ട്, ദി സൺ റൈസിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഏണിസ്റ്റ് ഹെമിംഗ്വേ എന്താണ് എഴുതിയിട്ടുള്ളത്? ദി സൺ ഓൾസോ റൈസസ് എന്നുള്ളൊരു നോവലാണ് എഴുതിയിട്ടുള്ളത്. സൺ ഓൾസോ റൈസസ്. മാറിപ്പോവരുത്, 2 ഓപ്ഷനും കൂടെ കാണുമ്പോഴത്തേക്ക് തെറ്റിക്കരുത്. ദി സൺ ഓൾസോ റൈസസ് ആണ് ഏണിസ്റ്റ് ഹെമിംഗ്വേ എഴുതിയത്. ഡൺ ആണ് ദി സൺ റൈസിംഗ് എന്നുള്ള പോയം എഴുതിയത്. ഓക്കെ, ഹലോ എവ്രി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള PYQs ആണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ചില വർക്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൺഫ്യൂസിംഗ് ആണ്. ആ ഒരു കൺഫ്യൂസിംഗ് PYQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗോയിങ് ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് എ പോം ഓൺ ഷേക്സ്പിയർ എൻടൈറ്റിൽഡ് ആസ് ഷേക്സ്പിയർ? ഓക്കെ, ഇതിൽ എവിടെയാ കൺഫ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിലാണ് കൺഫ്യൂഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ഷേക്സ്പിയറിനെ കുറിച്ച് ഒരു പോയട്രി ആണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ പേരെന്താണ്? ഷേക്സ്പിയർ എന്നുള്ള രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻസ് ഗിവൺ ആർ മാത്യു അർണോൾഡ് ഉണ്ട്, T.S. എലിയട്ട് ഉണ്ട്, ആൽഫ്രഡ് ലോർഡ് ടെനിസൺ ഉണ്ട്, അതേപോലെ തന്നെ ജോൺ മിൽട്ടണും ഉണ്ട്. ആൻഡ് ഹിയർ ഇവിടെ മാത്യു അർണോൾഡ് ആണ് ആക്ച്വലി ഷേക്സ്പിയർ എന്നുള്ള രീതിയിൽ ഒരു പോയം ഷേക്സ്പിയറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതേസമയം മിൽട്ടണും എഴുതിയിട്ടുണ്ട്. മിൽട്ടൺ എഴുതിയ വർക്കിന്റെ പേരെന്താണ്? ഓൺ ഷേക്സ്പിയർ. സോ കൺഫ്യൂസ്ഡ് ആവരുത്, തെറ്റിപ്പോവരുത്. ഓൺ ഷേക്സ്പിയർ ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ആൻസർ ഈസ് ജോൺ മിൽട്ടൺ. അതേസമയം ഷേക്സ്പിയർ ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ആൻസർ ഈസ് മാത്യു അർണോൾഡ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്, തെറ്റിക്കരുത്. 2 പേരും എഴുതിയിട്ടുണ്ട്. പക്ഷേ ദി തിങ് ഈസ് ദാറ്റ് ഓൺ ഷേക്സ്പിയറും ആണ്. നൗ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദി പ്ലേ പ്രോമിത്തിയസ് അൺബൗണ്ട്? പ്രോമിത്തിയസ് അൺബൗണ്ട് എന്നുള്ളൊരു പ്ലേ എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസേഴ്സ് ഗിവൺ ആർ എസ്കിലസ് ഉണ്ട്, എസ്കിലസ് ഏൻഷ്യൻ റൈറ്റർ ആണ്, ഗ്രീക്ക് റൈറ്റർ ആണ്. P.B. ഷെല്ലി ഉണ്ട്, റൊമാൻറ്റിക് റൈറ്റർ ആണ്. മേരി ഷെല്ലി ഉണ്ട്. ആൻഡ് ദി ആൻസർ ലാസ്റ്റ് ഓപ്ഷൻ യു ക്യാൻ സീ ദാറ്റ് ബോത്ത് A and B 2 പേരും എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദി ആൻസർ ഈസ് ബോത്ത് A and B. എസ്കിലസും എഴുതിയിട്ടുണ്ട്, P.B. ഷെല്ലി എഴുതിയിട്ടുണ്ട് പ്രോമിത്തിയസ് അൺബൗണ്ട് എന്നുള്ളത്. സോ ഏത് ചോദിച്ചാലും പ്രോമിത്തിയസ് അൺബൗണ്ട് എന്നുള്ളത് ഏത് ചോദിച്ചാലും എസ്കിലസും P.B. ഷെല്ലി ഉണ്ടെങ്കിൽ ഓപ്റ്റ് ബോത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, 2 ഏതെങ്കിലും ഒരാളാണ് ആൻസറിലുള്ളത്, ഓപ്ഷനിലുള്ളതെങ്കിൽ അവരെ ചൂസ് ചെയ്യുക. ഇനി മേരി ഷെല്ലി എങ്ങനെ ഇവിടെ വന്നത് പ്രോമിത്തിയസുമായിട്ട് ബന്ധപ്പെട്ട്? ഫ്രാങ്കൻസ്റ്റീൻ എന്നുള്ള മേരി ഷെല്ലിയുടെ വർക്കിന്റെ സബ് ടൈറ്റിൽ എന്താണ്? ദി മോഡേൺ പ്രോമിത്തിയസ്. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്. മോഡേൺ പ്രോമിത്തിയസ് എന്നുള്ള സബ് ടൈറ്റിൽ ഉള്ളത് എഴുതിയത് മേരി ഷെല്ലി ആണ്. പ്രോമിത്തിയസ് അൺബൗണ്ട് എന്നുള്ളത് എഴുതിയത് ആരാണ്? P.B. ഷെല്ലി ആണ്. എസ്കിലസും എഴുതിയിട്ടുണ്ട്. ഓക്കെ, നൗ ഗോയിങ് ടു ദി നെക്സ്റ്റ് വൺ, ഹു റോട്ട് ദി പോം അണ്ടർ ദി ഗ്രീൻവുഡ് ട്രീ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹു റോട്ട് ദി പോം, ആരാണ് അങ്ങനെ ഒരു പോം എഴുതിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആൻസർ വില്യം ഷേക്സ്പിയർ കൊടുത്തിട്ടുണ്ട്, തോമസ് ഹാർഡി ഉണ്ട്, എഡ്വേർഡ് സ്പെൻസർ ഉണ്ട്, റോബർട്ട് ബ്രൗണിംഗ് ഉണ്ട്. നിങ്ങൾക്കറിയാം തോമസ് ഹാർഡി അണ്ടർ ദി ഗ്രീൻവുഡ് ട്രീ എന്നുള്ള പേരിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, തോമസ് ഹാർഡി എന്താണ് എഴുതിയിട്ടുള്ളത്? നോവലാണ് എഴുതിയിട്ടുള്ളത്. പോയട്രി ആരാണ് എഴുതിയത്? വില്യം ഷേക്സ്പിയർ ആണ് പോയട്രി എഴുതിയിട്ടുള്ളത്. തോമസ് ഹാർഡി എന്താണ് എഴുതിയിട്ടുള്ളത്? അണ്ടർ ദി ഗ്രീൻവുഡ് ട്രീ എന്ന് പറഞ്ഞിട്ട് നോവലാണ് എഴുതിയിട്ടുള്ളത്. സോ ഹു റോട്ട് അണ്ടർ ദി ഗ്രീൻവുഡ് ട്രീ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 2 ആൻസേഴ്സും ബാധകമാണ്. പക്ഷെ പോയട്രി എന്നെടുത്ത് പോയം എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദി ആൻസർ ഈസ് ഷേക്സ്പിയർ. നോവൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദി ആൻസർ ഈസ് തോമസ് ഹാർഡി. കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the first official poet laureate of England? എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഒഫീഷ്യൽ പോയറ്റ് ലോറേറ്റ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് ഓഫ് ഇംഗ്ലണ്ട് ആരാണ്? ഇംഗ്ലണ്ടിലെ ആദ്യത്തെ പോയറ്റ് ലോറേറ്റ് ആരാണ്?
ബെൻ ജോൺസൺ ആണ് ആദ്യത്തെ പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഹി ഈസ് നോട്ട് ഒഫീഷ്യൽ പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഒഫീഷ്യൽ പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്നത് ജോൺ ഡ്രൈഡനും ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്നത് ആരാണ്? ബെൻ ജോൺസണും ആണ്. അതുകൊണ്ടാണ് അത് കൺഫ്യൂസിംഗ് എന്ന് പറഞ്ഞത്. തിരിഞ്ഞു പോകരുത്. ഒഫീഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡ്രൈഡനെ ഓപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻ ജോൺസണെയും ഓപ്റ്റ് ചെയ്യുക. കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡാഫോഡിൽസ്. ഹു റോട്ട് ദി പോം ടു ഡാഫോഡിൽസ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് റോബർട്ട് ഹെറിക്, ആൻഡ്രൂ മാർവെൽ, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് ജൊനാഥൻ സ്വിഫ്റ്റ്. നമുക്കറിയാം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുണ്ട് എന്ത്? ഡാഫോഡിൽസ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ടു ഡാഫോഡിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡാഫോഡിൽസ് എഴുതിയത് ആരാണ്? വില്യം വേർഡ്സ്വർത്ത് ആണ്. ആ ഒരു ഉറപ്പിൽ നേരെ പോയി അത് ഓപ്റ്റ് ചെയ്യരുത്. ദ റൈറ്റ് ആൻസർ ഈസ് റോബർട്ട് ഹെറിക്. റോബർട്ട് ഹെറിക് ആണ് ടു ഡാഫോഡിൽസ് എന്നുള്ള വർക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഗുലർലി സെറ്റിന് ചോദിക്കാറുണ്ട്, നെറ്റിനും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തെറ്റിക്കരുത്. ടു ഡാഫോഡിൽസ് എഴുതിയത് റോബർട്ട് ഹെറിക്കും അതേപോലെ തന്നെ ഡാഫോഡിൽസ് എഴുതിയത് ആരാണ്? വില്യം വേർഡ്സ്വർത്തുമാണ്. Now, who wrote the poem ദി സൺ റൈസിങ്? ദി സൺ റൈസിങ് എന്നുള്ള പോയം എഴുതിയത് ആരാണ്? ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേയും ഉണ്ട്, ജോൺ ഡണ്ണും ഉണ്ട്. ലോർഡ് ബൈറണും സിൽവിയ പ്ലാത്തും അങ്ങനെ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടില്ല. പക്ഷേ ജോൺ ഡൺ അങ്ങനെ ഒരു പോയട്രി എഴുതിയിട്ടുണ്ട്, ദി സൺ റൈസിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്താണ് എഴുതിയിട്ടുള്ളത്? ദി സൺ ഓൾസോ റൈസസ് എന്നുള്ളൊരു നോവലാണ് എഴുതിയിട്ടുള്ളത്. സൺ ഓൾസോ റൈസസ്. മാറിപ്പോവരുത്, രണ്ട് ഓപ്ഷനും കൂടെ കാണുമ്പോഴത്തേക്ക് തെറ്റിക്കരുത്. ദി സൺ ഓൾസോ റൈസസ് ആണ് ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയത്. ഡൺ ആണ് ദി സൺ റൈസിംഗ് എന്നുള്ള പോയം എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു റോട്ട് ദി ഫേമസ് സോണറ്റ് സീക്വൻസ് അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല? എസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്നുള്ള സോണറ്റ് സീക്വൻസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഫസ്റ്റ് സോണറ്റ് സീക്വൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ഫസ്റ്റ് സോണറ്റ് സീക്വൻസ് എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദി ഓപ്ഷൻസ് ഗിവൺ ഹിയർ ആർ എഡ്മണ്ട് സ്പെൻസർ ഉണ്ട്, ക്രിസ്റ്റഫർ മാർലോ ഉണ്ട്, ജോൺ ലൈലി ഉണ്ട്, അതേപോലെ തന്നെ ഫിലിപ്പ് സിഡ്നിയും ഉണ്ട്. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ്, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ടുണ്ട്. എന്ത് എഴുതിയിട്ടുണ്ട്? സോണറ്റ് സീക്വൻസ് അല്ല, അദ്ദേഹം എഴുതിയത് എസ്ട്രോഫെൽ ആണ്. എസ്ട്രോഫെലിൽ സ്റ്റെല്ലയും ഇല്ല. എസ്ട്രോഫെൽ ആണ് എഡ്മണ്ട് സ്പെൻസറുടെ വർക്ക്. എസ്ട്രോഫെൽ ആൻഡ് സ്റ്റെല്ല എന്നുള്ള വർക്ക് ആരുടെയാണ്? ഫിലിപ്പ് സിഡ്നിയുടെ ആണ്. ഓക്കെ, കൺഫ്യൂസിംഗ് ആണ്, മാറിപ്പോകരുത്. എസ്ട്രോഫിൽ എഴുതിയത് എഡ്മണ്ട് സ്പെൻസർ ആണ്. എസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എഴുതിയത് ആരാണ്? ഈ പറഞ്ഞതുപോലെ ഫിലിപ്പ് സിഡ്നി ആണ്. നമ്മൾ സെറ്റ് ഇംഗ്ലീഷിന് ഇങ്ങനെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള PYQs മറ്റൊരുപാട് മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന PYQs ഒക്കെ തന്നെയുണ്ട്. സെറ്റ് ഇംഗ്ലീഷിന്റെ ബാച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ, കഴിഞ്ഞ പ്രിപ്പറേഷനിൽ കിട്ടാത്തവരൊക്കെ തന്നെയും സെറ്റ് ഇംഗ്ലീഷിന്റെ പുതിയ കോഴ്സിലേക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഡെയിലി ടെസ്റ്റ് കൂടാതെ PDF നോട്ട്സും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസും അതേപോലെ തന്നെ നമുക്ക് PYQs മോഡൽ ടെസ്റ്റുകളും എല്ലാം തന്നെ അവൈലബിൾ ആണ്. 1-to-1 മെന്ററിംഗ് നിങ്ങൾക്ക് എക്സാം വരെ കിട്ടുന്നതായിരിക്കും. സോ ഈ സെറ്റ് ഇംഗ്ലീഷിന്റെ പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സോങ് സെലിബ്രേറ്റ്സ് എഡ്മണ്ട് സ്പെൻസേഴ്സ് മാരേജ് വിത്ത് എലിസബത്ത് ബോയിൽ? ഇതിൽ കൺഫ്യൂസിംഗ് ആയിട്ട് വരാനുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ കൺഫ്യൂസിംഗ് എന്ന് പറയുന്നത്. എലിസബത്ത് ബോയിലുമായിട്ടുള്ള മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്ന വെഡിങ് സോങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി പ്രോ തലാമിയനും എപ്പി തലാമിയനും വെഡിങ് സോങ്സ് ആണ്. ഓക്കെ, എപ്പിത്തലാമിയൻ ആണ് എന്ത്? എഡ്മണ്ട് സ്പെൻസറിന്റെ എലിസബത്ത് ബോയിലുമായിട്ടുള്ള മാരേജിന്റെ ആ ഒരു വെഡിങ് സോങ് എന്ന് പറയുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്ന വെഡിങ് സോങ് എന്ന് പറയുന്നത് എപ്പിത്തലാമിയൻ ആണ്. സോ പ്രോതലാമിയൻ ആരുടെ മാരേജ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏൾ ഓഫ് വോർസെസ്റ്ററിന്റെ ഡോട്ടേഴ്സിന്റെ മാരേജ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എപ്പിത്തലാമിയൻ ആണ് എഡ്മണ്ട് സ്പെൻസറിന്റെ മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രോതലാമിയൻ ആണ് ഏൾ ഓഫ് വോർസെസ്റ്ററിന്റെ ഡോട്ടേഴ്സിന്റെ, രണ്ട് ഡോട്ടേഴ്സിന്റെ മാരേജ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എമോറിറ്റി എന്താണ്? എമോറിറ്റി ഈ പറഞ്ഞതുപോലെ എലിസബത്ത് ബോയിലും എഡ്മണ്ട് സ്പെൻസറുമായിട്ടുള്ള അവരുടെ ഒരു കോർട്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന പോയട്രി ആണ് എമോറിറ്റി എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ തന്നെയുള്ള കോർട്ട്ഷിപ്പാണ് അതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺഫ്യൂസ്ഡ് ആവരുത്. പ്രോതലാമിയൻ ഈ പറഞ്ഞതുപോലെ ഏൾ ഓഫ് വോർസെസ്റ്ററിന്റെ രണ്ട് ഡോട്ടേഴ്സിന്റെ മാരേജും, എപ്പിത്തലാമിയൻ എന്ന് പറയുന്നത് സ്പെൻസറിന്റെ ഓൺ മാരേജും ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നൗ ഹു റോട്ട് മവർ പോയംസ്? നമ്മൾ മവർ പോയംസ് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോട്ടൺ പോയംസും ഉണ്ട്.
ഓക്കെ, അങ്ങനെ വേരിയസ് ടൈപ്സ് ഓഫ് പോയംസ് ഉണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക. ആ ഒരു ടൈറ്റിൽ അറിയപ്പെടുന്ന പോയംസ് ഒക്കെ തന്നെയും പഠിച്ചു വെക്കുക. സോ ആരാണ് മവർ പോയംസ് എഴുതിയത്? മവർ പോയംസ് എഴുതിയത് ആൻഡ്രൂ മാർവൽ ആണ്. ജോൺ മിൽട്ടൺ ആണ് ഹോട്ടൺ പോയംസ് എഴുതിയത്. ഓക്കെ, അങ്ങനെയുള്ള പോയട്രിയുടെ പേര് കൊടുത്തിട്ടുള്ള പോയംസ് കൂടി പഠിച്ചു വെക്കുക. Who wrote the poem Steps to the Temple? Steps to the Temple ആരാണ് എഴുതിയത്? Steps to the Temple ഉണ്ട്, The Temple ഉണ്ട്, രണ്ട് വർക്ക്സ് ഉണ്ട്. സോ സ്റ്റെപ്സ് ടു ദി ടെമ്പിൾ എഴുതിയത് ക്രാഷോ ആണ്. സ്റ്റെപ്പിൽ ഞാൻ പഠിച്ച സമയത്ത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിൽ വീണ് ക്രാഷ് ആയി എന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചു വെച്ചത്. സോ സ്റ്റെപ്സ് ടു ദി ടെമ്പിൾ എഴുതിയത് ആരാണ്? റിച്ചാർഡ് ക്രാഷോ ആണ്. ദി ടെമ്പിൾ എഴുതിയത് ആരാണ്? ജോർജ് ഹെർബർട്ട് ആണ് ദി ടെമ്പിൾ എന്നുള്ളത് എഴുതിയത്. ഓക്കെ, സോ സ്റ്റെപ്സ് ടു ദി ടെമ്പിൾ എഴുതിയത് റിച്ചാർഡ് ക്രാഷോ ആണ്. ജോർജ് ഹെർബർട്ട് ആണ് ദി ടെമ്പിൾ എന്നുള്ള വർക്ക് എഴുതിയത്. കൺഫ്യൂസ്ഡ് ആവരുത്. കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ഹു റോട്ട് ദി മോഡേൺ ഉട്ടോപ്യ? ഉട്ടോപ്യ ആരുടെ വർക്കാണ്? ഉട്ടോപ്യ എന്നുള്ളത് ആരുടെ വർക്കാണ്? ഫേമസ് വർക്കാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. ആരുടെ വർക്കാണ്? തോമസ് മൂറിന്റെ വർക്കാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. ആൻഡ് ഹു റോട്ട് ദി മോഡേൺ ഉട്ടോപ്യ? അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. മോഡേൺ ഉട്ടോപ്യ എഴുതിയത് നമ്മുടെ സൈഫൈയുടെ അല്ലെങ്കിൽ സയന്റിഫിക് ഫിക്ഷന്റെ ഫാദർ എന്ന് പറയപ്പെടുന്ന H.G. വെൽസ് ആണ് മോഡേൺ ഉട്ടോപ്യ എഴുതിയത്. ഉട്ടോപ്യ എഴുതിയത് തോമസ് മൂറും ആണ്. ഓക്കെ, ഇതാണ് ആ ഒരു കൺഫ്യൂസിങ് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. രണ്ട് ഓപ്ഷൻസും വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവരുത്. ഉട്ടോപ്യ എഴുതിയത് തോമസ് മൂറും മോഡേൺ ഉട്ടോപ്യ എഴുതിയത് ആരുമാണ്? H.G. വെൽസും ആണ്. ഹു റോട്ട് ദി നോവൽ എ പാസേജ് ടു ഇംഗ്ലണ്ട്? ഇത് ഒത്തിരി കൺഫ്യൂഷൻസ് വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ പാസേജ് ടു ഇംഗ്ലണ്ട് ഉണ്ട്, അതേപോലെ തന്നെ എ പാസേജ് ടു ഇന്ത്യ ഉണ്ട്. ഈ പാസേജ് ടു ഇന്ത്യയിൽ തന്നെ നോവലും ഉണ്ട്, പോയവും ഉണ്ട്. പോയവും ഉണ്ട്, എന്തുകൊണ്ട്? നോവലും ഉണ്ട്. ഈ മൂന്ന് വർക്ക്സ് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരാറുള്ള മൂന്ന് വർക്ക്സ് ആണ്. പാസേജ് ടു ഇംഗ്ലണ്ട് ഉണ്ട്, പാസേജ് ടു ഇന്ത്യ പോയവും ഉണ്ട്, പാസേജ് ടു ഇന്ത്യ നോവലും ഉണ്ട്. സോ ഹു റോട്ട് എ പാസേജ് ടു ഇംഗ്ലണ്ട്? ഖുശ്വന്ത് സിംഗ് എഴുതിയത് എന്താണ്? നമുക്കറിയാം, എ ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് ഖുശ്വന്ത് സിംഗിന്റെ വർക്ക് എന്ന് പറയുന്നത്. ട്രെയിൻ ടു പാകിസ്ഥാൻ. സോ ഖുശ്വന്ത് സിംഗ് അല്ല. എ പാസേജ് ടു ഇംഗ്ലണ്ട് എഴുതിയത് നിരാത് സി ചൗധരിയാണ്. ഓക്കെ, നിരാത് സി ചൗധരിയാണ് പാസേജ് ടു ഇംഗ്ലണ്ട് എഴുതിയത്. പാസേജ് ടു ഇന്ത്യ എന്ന പോം എഴുതിയത് വാൾട്ട് വിറ്റ്മാനും പാസേജ് ടു ഇന്ത്യ എന്നുള്ള നോവൽ എഴുതിയത് E.M. ഫോസ്റ്ററും ആണ്. സോ കൺഫ്യൂസ്ഡ് ആവരുത്. പാസേജ് ടു ഇംഗ്ലണ്ട് എന്നുള്ള വർക്ക് എഴുതിയത് നിരാത് സി ചൗധരിയാണ്. പാസേജ് ടു ഇന്ത്യ എന്നുള്ള പോം എഴുതിയത് വാൾട്ട് വിറ്റ്മാനും പാസേജ് ടു ഇന്ത്യ എന്നുള്ള നോവൽ എഴുതിയത് E.M. ഫോസ്റ്ററും ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെയാണ്? ഖുശ്വന്ത് സിംഗിന്റെ ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഹു റോട്ട് ദി പോയം ദി ഓട്ടർ? ദി ഓട്ടർ മാത്രമല്ല, അതുപോലെ തന്നെ ഒരു പോയം ഉണ്ട് ആൻ ഓട്ടർ എന്ന് പറഞ്ഞിട്ട്. സോ ദി ഓട്ടർ ആരാണ് എഴുതിയത്? ദി ഓട്ടർ എഴുതിയത് സീമസ് ഹൈനിയാണ്. സീമസ് ഹൈനിയാണ് ദി ഓട്ടർ എഴുതിയത്. പക്ഷേ അനിമൽ പോയറ്റ് എന്നറിയപ്പെടുന്ന ടെഡ് ഹ്യൂഗ്സ് ആണ് ആൻ ഓട്ടർ എഴുതിയത്. ഇതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ആണ് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്നത്. സോ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ആൻ ഓട്ടർ എഴുതിയത് അനിമൽ പോയറ്റ് ആയ ടെഡ് ഹ്യൂഗ്സ് ആണ്. ദി ഓട്ടർ എഴുതിയത് ആരാണ്? സീമസ് ഹൈനി കൂടിയാണ്. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആണ്. പക്ഷെ സെറ്റിന് റിപ്പീറ്റഡ്ലി ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ഓപ്ഷൻസ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ആ ഒരു കൺഫ്യൂസിങ് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസേഴ്സ് പിക്ക് ചെയ്യുക. സോ ഇതുപോലത്തെ കൂടുതൽ ലെസൺസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൂടുതൽ ലെസൺസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ലെസണിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.